all, welcome to Tech Tutor. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ഗീവൺ ലാംഗ്വേജിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ തരുന്നു. ഒരു ലാംഗ്വേജിന്റെ ഡിസ്ക്രിപ്ഷൻ തരിക. അതായത് ഫോർമലി നമ്മൾ പറയുന്നു ലാംഗ്വേജ് എൻഡിങ് വിത്ത് ബി എൻഡിങ് വിത്ത് എ ഓർ സ്റ്റാർട്ടിംഗ് വിത്ത് അങ്ങനെ എന്തെങ്കിലും തന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് റെഗുലർ ഗ്രാമർ ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെത്തേഡാണ്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ റെഗുലർ ലാംഗ്വേജ് നമുക്ക് എല്ലാവർക്കും കറസ്പോണ്ടിങ് ഫൈനൈറ്റ് ഓട്ടോമേറ്റർ ഡെവലപ്പ് ചെയ്യാൻ അറിയാം. സോ ഫൈനൈറ്റ് ഓട്ടോമേറ്റർ ഡെവലപ്പ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് റെഗുലർ ഗ്രാമർ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് എന്താണ് തെറ്റുകൾ അവോയ്ഡ് ചെയ്യാൻ, എറേഴ്സ് അവോയ്ഡ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഈ ഒരു മെത്തേഡ് ആയിരിക്കും. സോ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ ലാംഗ്വേജിന്റെ ഫൈനൈറ്റ് ഓട്ടോമേറ്റർ, ആ ഫൈനൈറ്റ് ഓട്ടോമേറ്റയിൽ നിന്ന് എങ്ങനെ കറസ്പോണ്ടിങ് റെഗുലർ ഗ്രാമർ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതായിരിക്കും. സോ ഫസ്റ്റ് തിങ്, ഇപ്പം രണ്ട് വിധത്തിലുണ്ട്. വേണമെങ്കിൽ ആദ്യം തന്നെ ഒരു ഗീവൺ ഒരു നമ്മുടെ റെഗുലർ ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റർ തന്നിട്ടുണ്ടാവും. സോ സപ്പോസ് ഇങ്ങനെ ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റർ തരുന്നു, Q0 A, Q1 A, Q2 Q3 and again A, B, B, എപ്സിലൺ. ഇങ്ങനെ ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റർ തന്നിരിക്കുന്നു. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് റെഗുലർ ഗ്രാമർ നമ്മൾ എഴുതാൻ പോകുന്നു. നമ്മൾ ഓൾറെഡി ഇതിന്റെ അതർ പാർട്ട്, വൈസ് വേഴ്സ പാർട്ട് കണ്ടിരുന്നു. അതായത് തന്നിരിക്കുന്ന ഗ്രാമറിൽ നിന്ന് എങ്ങനെ ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ സെയിം ടെക്നിക്ക് തന്നെ ഇതിൽ നിന്നൊന്ന് റിവേഴ്സ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഞാനൊരു ഗ്രാമറിന്റെ ഒരു ഫോമൽ ഇതിന് വേണ്ടിയിട്ട് ഇതിന് എസ്, ഓരോ സ്റ്റേറ്റ്സിന് എസ്, എ, ബി, എഫ് എന്ന് എഴുതുന്നു. അപ്പൊ സ്റ്റാർട്ടിങ് ഫ്രം എസിൽ നിന്ന് എ റീഡ് ചെയ്ത് എയിലേക്ക്, എസിൽ നിന്ന് വേറെ ഒന്നും റീഡ് ചെയ്യുന്നില്ല നമ്മൾ. ആൻഡ് അഗെയിൻ ഇനി എ ആണ്, എയിൽ നിന്ന് എ റീഡ് ചെയ്ത് ബിയിലേക്ക്, ബി റീഡ് ചെയ്ത് എയിലേക്ക് തന്നെ. നെക്സ്റ്റ് ബി ആണ്, ബിയിൽ നിന്ന് ബി മാത്രമേ ഉള്ളൂ, ബി റീഡ് ചെയ്ത് എഫിലേക്ക്. ഇവിടെ വേണമെങ്കിൽ നമ്മൾക്ക് ഈ എഫ് ഫൈനൽ ആയതുകൊണ്ട് ഇവിടെ ബി എന്ന് റെപ്രസെന്റ് ചെയ്യാം, നോ ഇഷ്യൂസ്. അല്ലെങ്കിൽ പോയിട്ട് നെക്സ്റ്റ് നമ്മൾ ഈ ഒരു റെപ്രസെന്റേഷൻ ഒന്ന് നെക്സ്റ്റ്. അപ്പൊ നമ്മൾ ഇനി എഫിൻ്റെതാണ് എഴുതാൻ പോകുന്നത്. അപ്പൊ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്സിലൺ റീഡ് ചെയ്ത് എയിലേക്ക്. ഈ എപ്സിലനെ അവിടെ റെപ്രസെന്റ് ചെയ്യണമെന്നില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഡയറക്ട്ലി ഇതിനെ ഈ ഒരു ഇതിനെ നമുക്ക് എഫ് ഗീവിങ് എന്ന് ഡയറക്ട്ലി കൊടുക്കാം. ആൻഡ് അഗെയിൻ എഫ് എന്ന് പറയുന്നത് ഫൈനൽ ആയതുകൊണ്ട് ഇവിടെ നിന്ന് എപ്സിലണും കൊടുക്കാം. ഓക്കെ, അപ്പോ ഈ ഒരു റെപ്രസെന്റേഷൻ മതിയാവും. എപ്സിലൺ എന്നുള്ളത് നത്തിങ്, റീഡിങ് നത്തിങ്, ഇറ്റ് മൂവ്സ് ടു എ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. അപ്പം ഇതാണ് കറസ്പോണ്ടിങ് നമ്മുടെ ഈ ഗീവൺ ഫൈനൈറ്റ് ഓട്ടോമേറ്റയുടെ ഗ്രാമർ എന്ന് പറയുന്നത്. ആൻഡ് അഗൈൻ ഗ്രാമർ എഴുതുമ്പോൾ നമ്മൾ ഗ്രാമർ മീൻസ് വേരിയബിൾ, ടെർമിനൽ, പ്രൊഡക്ഷൻ, സ്റ്റാർട്ട് എന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു ഫോമാറ്റ് കൂടെ എഴുതണം കേട്ടോ. ഇതിൽ ഈ തന്നിരിക്കുന്നത് കറസ്പോണ്ടിങ് പ്രൊഡക്ഷൻ ആണെങ്കിൽ വേരിയബിൾസ് എന്ന് പറയുന്നത് ഇതിലിപ്പോ എസ്, എ, ബി, എഫ്. സോ ആദ്യമേ തന്നെ നമ്മൾ എഴുതുമ്പോൾ ഗ്രാമർ ഫോർ കറസ്പോണ്ടിങ് ഗീവ്സ് എസ്, എ, ബി, എഫ്. നെക്സ്റ്റ് വൺ ടെർമിനൽസ് എന്തൊക്കെയാണ് ഇതിലെ എയും ബിയും. അടുത്തത് പ്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. സ്റ്റാർട്ട് സിംബൽ ഈസ് എസ്. ഇത്രയും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവണം. പ്രൊഡക്ഷൻ ടി എന്ന് പറഞ്ഞിട്ട് ഇത് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവണം. ഇതാണ് ബേസിക്കലി തന്നിരിക്കുന്ന ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റഡ് കറസ്പോണ്ടിങ് ഗ്രാമർ ഡെവലപ്പ് ചെയ്യുന്ന മെത്തേഡ്. നെക്സ്റ്റ് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ഇങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞിരുന്നത് ഇതൊരു ഫൈനൈറ്റ് ഓട്ടോമേറ്റഡ് ഡയറക്ട്ലി തന്നിട്ട് നമ്മളോട് റെഗുലർ ഗ്രാമർ കണ്ടുപിടിക്കാൻ പറയായിരുന്നു. ഇനി നമുക്ക് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ്, സപ്പോസ് ഒരു റെഗുലർ എക്സ്പ്രഷൻ തന്നിട്ട്, റെഗുലർ എക്സ്പ്രഷൻ തന്നിരിക്കുന്ന എ ബി സ്റ്റാർ എ എന്നാണെങ്കിൽ ഇതിന്റെ ഗ്രാമർ ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞാലും നമ്മൾ ഇതുപോലെ ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റർ ഡെവലപ്പ് ചെയ്യുക, എന്നിട്ട് അതിന്റെ ഗ്രാമർ എഴുതുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. സോ ഇതെന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് വിത്ത് എ, എൻഡിംഗ് വിത്ത് എ ആൻഡ് ഇൻ ബിറ്റ്വീൻ എനി നമ്പർ ഓഫ് ബീസ് എന്നുള്ളതാണ് കോൺസെപ്റ്റ്. സോ നമുക്ക് ഇതിനെ Q0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എ റീഡ് ചെയ്യുന്നു, Q1 എ റീഡ് ചെയ്യുന്നു, Q2 എനി നമ്പർ ഓഫ് ബീസ് റീഡ് ചെയ്യുന്നു, ആൻഡ് അഗെയിൻ Q3 ഫൈനൽ ആയിട്ട് എടുക്കുന്നു. ഇങ്ങനെയാണ് ഇതിനെ ഗ്രാമറിന്റെ റെപ്രസെന്റേഷനിൽ വേണേൽ എഴുതണമെങ്കിൽ നമുക്ക് SAB എന്ന് പറഞ്ഞ് റീനെയിം ചെയ്യാം, നോ ഇഷ്യൂസ്. അല്ലാതെ തന്നെ നമുക്ക് എഴുതാം. ദാറ്റ് മീൻസ് Q0 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എ Q1, Q1 നിന്ന് എ Q2, Q2 നിന്ന് ബി Q2 ആൻഡ് എ Q3. ഇവിടെ ബാർ എ എന്ന് വേണേ എഴുതി റെപ്രസെന്റ് ചെയ്യാം, നോ ഇഷ്യൂസ് അറ്റ് ഓൾ ഇഫ് Q3 ഗീവിംഗ് എപ്സിലോൺ എന്നുള്ള കോൺസെപ്റ്റ് ആണെങ്കിലും ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. ഇതിൽ നിന്ന് തന്നെ എല്ലാ ഇതും ക്ലിയർ ആണ്. സോ ഇറ്റ് ഇസ് മോർ ദാൻ എനഫ്. ഇങ്ങനെയാണ് നമ്മുടെ കറസ്പോണ്ടിങ് ഗീവൺ റെഗുലർ ലാംഗ്വേജിന്റെ റെഗുലർ എക്സ്പ്രഷനിൽ നിന്നാണെങ്കിലും ഡെവലപ്പ് ചെയ്യുന്നത്. സോ ദിസ് മീൻസ് ഇറ്റ്സ് ലൈക്ക് റെഗുലർ ലാംഗ്വേജിന് കറസ്പോണ്ടിങ് റെഗുലർ ഗ്രാമർ ഉണ്ടാവും, ആൻഡ് ഇതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറസ്പോണ്ടിങ് ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റേ ഉണ്ടാവും. റെഗുലർ ലാംഗ്വേജിന്റെ റൂൾസ് ആണ് റെഗുലർ ഗ്രാമർ എന്ന് പറയുന്നത്. ആൻഡ് അഗെയിൻ ഇതിന്റെ ഒരു റെപ്രസെന്റേഷൻ, ഡിഫറെന്റ് റെപ്രസെന്റേഷൻ ആണ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ. ഇതെല്ലാം ഒരേ ഐറ്റത്തിന്റെ ഡിഫറെന്റ് റെപ്രസെന്റേഷൻസുമാണ്. ഐ ഹോപ്പ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർലി റെഗുലർ ഗ്രാമറിന്റെ ടു ആൻഡ് ഫ്രോ കൺവേർഷൻസ് എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.